ഹലോ ഗൈസ്, അടുത്ത വീഡിയോ ഗൈസ്, നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് വന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഏത് ആപ്പിലൂടെയാണ് സ്ട്രീം ചെയ്യുന്നത്, ഏത് ആപ്പാണ് ബെസ്റ്റ് സ്ട്രീമിങ്ങിന്, ഇതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണേന്ന്. ഓക്കെ, അന്നേരം ഗൈസ് നമ്മൾ ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു, മിനിമൽറ്റി നമ്മൾ എങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കസ്റ്റം ഓൺലൈൻ വഴി കളിക്കും എന്നുള്ളത്. അത് നമുക്ക് ഏകദേശം 100+ ലൈക്സും പിന്നെ ഒരു 10K വ്യൂസ് ക്രോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. താങ്ക് യു ഫോർ ദാറ്റ് വീഡിയോ. ഓക്കെ, അന്നേരം ഗൈസ് നമുക്ക് വെച്ച് താമസിക്കുന്നില്ല, നമ്മൾ ഗൈസ് ഞാൻ ഈ വീഡിയോക്ക് ഒരു 200+ ലൈക്സ് ആണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഗൈസ്, നമ്മുടെ അടുത്തുള്ള 3 ആപ്സ് ആണ്. അതിൽ ആദ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്രിസം ആണ്. ഇതാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്താണ് ഞാൻ അത്യാവശ്യം ലൈവ് സ്ട്രീമും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. 4.2 റേറ്റിംഗ് ഉണ്ട്. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രീം ലാബ്സ് ആണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മുടെ PC-ക്കകത്ത് മൊബൈലിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് സ്ട്രീം ലാബ്സ്. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഏകദേശം ഇത് നല്ല റേറ്റിംഗും കാര്യങ്ങളുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ ചൊർണപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇത് ഏകദേശം കുറച്ച് നാൾ ആയിട്ടുള്ളൂ ഇറങ്ങി. ആപ്പ് റീസെൻ്റ്ലി ഇറങ്ങിയതാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് പരിചയമില്ലായിരിക്കും. ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് ടൊർണപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് പറയുക. ഈ ആപ്സിൽ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ പ്രിസം എന്ന് പറയുന്ന ആപ്പാണ്. ഓക്കെ, അതിൽ നമ്മൾ ലൈവ് എങ്ങനെ ചെയ്യും, പിന്നെ തംബ്നെയിൽ എങ്ങനെ അപ്ലോഡ് ചെയ്യും, പിന്നെ നമ്മൾ ടൈറ്റിൽ എങ്ങനെ ഇട്ടും. ഓക്കെ, അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മൾ ചാറ്റ് ബോക്സ് പിന്നെ ഇത് സ്ക്രീനിൻ്റെ ഓവർലേയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. സോ ഗൈസ്, അന്നേരം നമ്മൾ പ്രിസം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഇതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യാൻ ചോദിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ID വെച്ച് ഞാൻ ലോഗിൻ ചെയ്ത് എന്നിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുക. എല്ലാം അലൗ കൊടുക്കണം. ഓക്കെ, വൈൽ യൂസിങ് ആപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഗൂഗിളിൽ ക്ലിക്ക് ചെയ്തിട്ട് അന്നേരം ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അവർ ഡിസ്പ്ലേ ഓവർ ദ ആപ്സ് എന്ന് പറഞ്ഞാണ്. അതിനകത്ത് നമ്മൾ അലൗ ഡിസ്പ്ലേ ഓവർ ദ ആപ്സ് എന്ന് പറഞ്ഞാണ്. ഓക്കെ, അവിടുത്തെ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് അടിച്ച് വരിക. അന്നേരം അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രീൻ സെറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതിനായി നമ്മൾ സ്റ്റാർട്ടിംഗ് കോഡ് എന്ന് പറഞ്ഞതിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട് ഒരു യെല്ലോ സെറ്റിങ്ങിൻ്റെ ഇത്. അവത്തെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രോഡ്കാസ്റ്റ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാണ്. അവത്തെ നമുക്ക് നോർമലിയും പിന്നെ ഷോർട്സ് ലൈവ് ചെയ്യുന്നതിൻ്റെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ 60:9 വെക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ലൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റേത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഷോർട്സ് ലൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ സ്ക്രീൻ എഡിറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചാറ്റിൻ്റെ ഇത് കാണും. ചാറ്റിൻ്റെ കയറി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് ഫോണ്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ചാറ്റ് ഏത് കളർ ടൈപ്പ് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഗൈസ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഈ കസ്റ്റം ഫോണ്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ റൈറ്റ് സൈഡിൽ കണ്ടോ ഇതുപോലെ ഈ ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എനേബിൾ ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്തിട്ട് അത് നമ്മൾ ഇപ്പോൾ വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പേരാണ്. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ യൂസർ നെയിമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ടെക്സ്റ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ സോഷ്യൽ കണ്ടോ രണ്ടാമത്തെ ഓപ്ഷൻ അകത്ത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്നിട്ട് കുറച്ച് സ്ക്രോൾ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് വരുന്നേക്ക് അതിനകത്ത് നമ്മുടെ ഇൻസ്റ്റയുടെ പേരടിക്കുക. ഓക്കെ, ഞാനിവിടെ പേരടിച്ച് എന്നിട്ട് അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ കളറും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ ആഡ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മളത് ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മുടെ സ്ക്രീനിലോട്ടൊക്കെ അതായത് ഇപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുകയാണ്. ഓക്കെ, സ്ക്രീനിൻ്റെ ഏത് സൈഡിലോട്ടാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ താഴെ വെച്ച് നോക്കി അത് സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല എനിക്ക്. അന്നേരം ഞാൻ ഇവിടെ നിന്ന് ഇപ്പോൾ ചേഞ്ച് ചെയ്യുക ഡ്രാഗ് ചെയ്യുന്നത് തന്നെ മേലോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഇത് പിന്നെ കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടർ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് 3D ഇമേജും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ 3D ക്യാരക്ടർ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നതാണ് സ്ക്രീനിൽ. ഇപ്പോൾ എൻ്റെ ആൻഡ്രോയിഡ് ഡിവൈസ് ആയതുകൊണ്ട് എനിക്ക് ഇച്ചിരി ലാഗ് കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അതിൻ്റെ താഴെയായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇത് കാണാൻ കഴിയേണ്ടത് നമുക്ക് ഒരു QR കോഡിൻ്റെ ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. അതിപ്പോൾ നമുക്ക് നമ്മുടെ ജിപേയുടെ വേണമെങ്കിൽ വെക്കാം. ഓക്കെ, നമുക്ക് സൂപ്പർ ചാറ്റ് കാര്യങ്ങളൊന്നും എനേബിൾ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലൈവ് എങ്ങനെ കിട്ടുന്നു. ഓക്കെ, അന്നേരം നമ്മൾ റെഡിയെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നമുക്കിപ്പോൾ ചെയ്യേണ്ട പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ യൂട്യൂബ്. ഓക്കെ, അവിടുത്തെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ Gmail ID പാസ്വേഡ് ഏത് യൂട്യൂബിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ID പാസ്വേഡും അടിക്കുക ഇവിടെ. ഓക്കെ, ഞാൻ ഈ മെയിൽ ID പാസ്വേഡ് അടിക്കുന്നത് ഹൈഡ് ആക്കിയെന്ന് വെച്ചാൽ ഒരു റീസൺ ഉണ്ട്. നമുക്ക് ഓൾറെഡി ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ Gmail ഇതുപോലെ ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നേരം അതുകൊണ്ടാണ് ഗൈസ്. അന്നേരം നമുക്ക് അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ Gmail. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കണ്ടിന്യൂ കൊടുത്താൽ മതി. സോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ കണക്റ്റ് ആയിരിക്കുന്നു. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇവിടെ നമ്മുടെ ടൈറ്റിൽ തംബ്നെയിലും പിന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കുറച്ച് ഇത് അലൗ ചെയ്താൽ മതി. ഓക്കെ, അതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. പിന്നെ താഴെ തന്നെ നമുക്ക് കാറ്റഗറിയും കാര്യങ്ങളും കാണാം. പിന്നെ നമുക്ക് ലേറ്റൻസി നമുക്ക് നോർമലി വെക്കാം. അൾട്രാ ലോ ലേറ്റൻസി ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈവ് അന്നേരം തന്നെ നമുക്ക് റിപ്ലൈ കൊടുക്കുന്ന റെസ്പോൺസ് കൊടുക്കുന്നതൊക്കെ കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ഗെയിമിംഗ് ആണ്. ഓക്കെ, നമുക്ക് അതിനകത്ത് പിന്നെ ഇത് പബ്ലിക് ചെയ്യാനും പ്രൈവറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്.
പിന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇതിനകത്ത് തന്നെ കയറി എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഗോ ലൈവ് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ ഗൈസ് പ്രോസസ്സ് ലൈവ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഗൈസ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വീണ്ടും പറയാണ്, ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. സോ താങ്ക് യു ഗൈസ്.